ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ KSRTCയിൽ ഒരു യാത്ര പോവുകയാണ്. പല നാട്ടിൽ നിന്നുള്ളവർ, പല പ്രായത്തിലുള്ളവർ ഒന്നിച്ചുകൂടി KSRTCയിൽ കോട്ടയത്ത് ഞങ്ങൾ യാത്ര തിരിച്ച് മൂന്നാറിനടുത്തുള്ള റിപ്പിൾ വാട്ടർഫോൾസിൽ വന്നിരിക്കുകയാണ്. മൂന്നാറിൽ നിന്ന് 19 കിലോമീറ്ററും രാജാക്കാട് നിന്ന് 7 കിലോമീറ്ററും ദൂരമുള്ള സ്ഥലമാണ് ഈ ശ്രീനാരായണപുരം എന്ന് പറയുന്നത്. അവിടെയാണ് റിപ്പിൾ വാട്ടർഫോൾസ് ഉള്ളത്. പല സ്ഥലങ്ങളെക്കുറിച്ച്, ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് റിപ്പിൾ വാട്ടർഫോൾസിനെ കുറിച്ച് കേൾക്കുന്നത്. ഒരു വനപ്രദേശം എന്ന് പറയാം ആ സ്ഥലം. ഡെൻസ് ഫോറസ്റ്റ് തന്നെയാണ് അവിടെ. അത് പ്രകൃതി ഭംഗി ഒട്ടും ചോർന്നു പോകാതെ തന്നെ അവിടെ വാട്ടർഫോൾസ് ഭംഗിയാക്കി എടുത്തിരിക്കുകയാണ്. കുറേ സ്റ്റെപ്പ് ഇറങ്ങണമെന്നേ ഉള്ളൂ. 20 രൂപ പാസ് എടുത്ത് നമുക്കകത്തേക്ക് പ്രവേശിക്കാം. നല്ല ചെടികളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. കയറി നിന്ന് ദൂരെ വരെ കാണാവുന്ന പോലെ സ്റ്റേജ് പോലൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലൂടെ ഒരു 10 മിനിറ്റ് നടക്കണം ശരിയായിട്ടുള്ള വാട്ടർഫോൾസിൻ്റെ അവിടെ ചെല്ലണമെങ്കിൽ. നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടുമാണ് ഈ സ്ഥലങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. ഇറങ്ങിപ്പോകുന്ന സ്റ്റെപ്പിൻ്റെ വലതുവശത്തായിട്ട് കടകളുണ്ട്. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാം. ആൻറ്റിക് സാധനങ്ങളൊക്കെയുണ്ട് അവിടെ. എൻ്റെ കണ്ണുകളും എൻ്റെ ക്യാമറയും ആ പുഴയിലും ആ വെള്ളച്ചാട്ടത്തിലേക്കും ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ചെടികൾ കുറേയൊക്കെ കണ്ടുവെങ്കിലും കടകളിലേക്ക് നോക്കാൻ പോയില്ല. വെയിലുദിച്ചിട്ടുണ്ട് എങ്കിലും അധികം ചൂടൊന്നുമില്ല, തണുത്ത കാറ്റടിക്കുന്നുണ്ട്. എല്ലാവരും ചെടികളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവുകയാണ്. ഇവിടുത്തെ ചെടികൾക്ക് വലിയ പൂക്കളും കളറും കൂടുതലായിട്ട് എനിക്ക് തോന്നി. നല്ല പുഴയാണ്. പെരിയ ഡാമിൽ നിന്ന് തുറന്നു വിടുന്ന വെള്ളമാണ് ഇതിലെ ഒഴുകി വരുന്നത്. അതിമനോഹരമായ ഭംഗിയുള്ള സ്ഥലം. അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് പോലെ ഇരിക്കാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒരു ചെറിയ കടയുണ്ട്, സ്നാക്സൊക്കെ വാങ്ങിക്കാവുന്ന കട. പിന്നെ കളിപ്പാട്ടങ്ങളും മറ്റുള്ള സ്ഥലങ്ങളുണ്ട്. ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പുറകിലേക്ക് നോക്കിയാൽ അതിൻ്റെ ഭംഗി കാണാം. നല്ല മഴയാണെങ്കിൽ നല്ല ഒഴുക്കുണ്ടായിരിക്കും, എന്നാൽ തന്നെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. പാറയുടെ മുകളിൽ ചെറിയ കുളം പോലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഒരു കാര്യം ചെയ്തതായിട്ട് തോന്നുന്നില്ല. എല്ലാം പ്രകൃതിയുടെ ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകൾ ഇറങ്ങിപ്പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആൾക്കാരും പുറത്തോട്ട് ഇറങ്ങിപ്പോകാതിരിക്കാനുള്ള വേലിയും കയറുമൊക്കെ കെട്ടിയിട്ടുണ്ട്. വലിയ പാറക്കൂട്ടങ്ങൾ അതിൻ്റെ മേളിലുണ്ട്. അവിടേക്ക് നമുക്ക് ഇറങ്ങി നിൽക്കാനുള്ള അനുവാദമൊന്നുമില്ല. നല്ല ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ നല്ല സ്ഥലമാണ്. ഇടയ്ക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പാറയിടുക്കിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ഭംഗി എത്ര പറഞ്ഞാൽ അടിപൊളിയാണെന്ന് തന്നെ പറയാം. വാക്കുകളിൽ വർണ്ണിക്കാവുന്നതിലും അപ്പുറമാണ്. പിന്നെ കുറേ സ്റ്റെപ്പുകളിലൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ ഒരു സ്റ്റേജ് പോലുള്ള സ്ഥലത്തെത്തും. അവിടെയാണ് ശരിയായ വെള്ളച്ചാട്ടം വരുന്നത്. ഭയങ്കര പവർഫുള്ളായിട്ടാണ് വെള്ളം ഒഴുകി വരുന്നത്. അതിൽ നിന്ന് തെറിക്കുന്ന ജലഗണങ്ങൾ നമ്മളെ നനയ്ക്കുന്നുണ്ട്. നല്ല കാറ്റുമുണ്ട്. ഉച്ച സമയത്താണ് ഞങ്ങൾ പോയെങ്കിലും ചൂടറിയാവുന്ന ഒരു അവസ്ഥയല്ല. അവിടെ കണ്ടു നിൽക്കാനായിട്ട് എത്ര നേരം നിന്നാലും മതിയാവത്തില്ല. ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോയും ഒക്കെ എടുത്തു. പാറയിടുക്കലുകൾ അങ്ങ് മുകളിൽ നിന്നും ഒഴുകി വരുന്നത് കാണാൻ അതിമനോഹരമാണ്. ഒരിക്കലെങ്കിലും ഇത് വന്ന് കാണാൻ സാധിക്കുക
ഒരു ഫോട്ടോയെങ്കിലും എടുത്ത് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതൊരു നല്ല കാര്യം തന്നെയാണ്. ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ കൂടെ നിന്ന് ഞങ്ങൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. എല്ലാവരും കയ്യിലുള്ള മൊബൈലിലും ക്യാമറയിലും ഇവിടുത്തെ പ്രകൃതി ഭംഗി ഒപ്പിയെടുത്തു. അവിടെ എല്ലായിടത്തും സെക്യൂരിറ്റിയെ നിർത്തിയിട്ടുണ്ട്. കാരണം നല്ല മഴയുണ്ടായിരുന്നു കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ. അതുകൊണ്ട് വെള്ളത്തിന് നല്ല ശക്തിയാണ്. മൊബൈൽ സൂക്ഷിച്ച് പിടിച്ചോണം എന്നൊക്കെ അവർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരിക്കും ദൈവത്തിൻ്റെ കരവിരുതുകൾ നമ്മളിവിടെ കാണുന്നുണ്ട്. മുകളിലേക്ക് കയറിയപ്പോഴത്തേന് ക്ഷീണിച്ചു. ഞങ്ങളൊരു നല്ല കാപ്പി വാങ്ങിച്ച് കുടിച്ചു. സ്കിപ്പ് ലൈൻ വഴി ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. അതിന് 500 രൂപ പാസ് എടുത്തിട്ട് വേണം അതേ പോകാൻ. ഇച്ചിരി ധൈര്യവും വേണം അതേ കയറി പോകുന്നതിന്. ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ അതേ ഒന്ന് കയറി നോക്കി. വെള്ളത്തിൻ്റെ മുകളിലൂടെയും പാറയുടെ മേളിൽ കൂടെ പോകുമ്പം ഇച്ചിരി ധൈര്യം വേണം. ആരോഗ്യമുള്ള സമയത്തൊക്കെ ഇതൊക്കെ ഒന്ന് പോയി കാണുക, ആസ്വദിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.